വീടിൻ്റെ ഉടമസ്ഥ കല്യാണ വസ്ത്രത്തിലുള്ള ഇവരെ കണ്ട് അതിശയപ്പെട്ടു. ഇതെന്താ വിവേക് ആരോടും പറയാതെ കല്യാണം കഴിച്ചോ? അവർ ചോദിച്ചു. നന്നായി സെറ്റിലായിട്ട് ഗംഭീരമായി നടത്താം എന്ന് കരുതിയാണ് ഇപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. വിവേക് മറുപടി നൽകി. ഓഹോ, കിളി പറന്നു പോകുമെന്ന് പേടിച്ച് കൂട്ടിലടച്ചതാണോ എന്നവർ പരിഹാസത്തോട് ചോദിച്ച് അകത്തോട്ട് പോയി. അവരുടെ വാക്കുകൾ കാവ്യക്ക് മനസ്സിലായില്ലെങ്കിലും വിവേക് അത് കാര്യമാക്കിയില്ല. വാ കാവ്യ എന്ന് പറഞ്ഞവൻ അവളുടെ കൈപിടിച്ച് തൻ്റെ റൂമിലോട്ട് കൊണ്ടുപോയി. വിശാലമായ ഒരു മുറിയായിരുന്നു അത്. അതിൽ തന്നെ ചെറിയൊരു അടുക്കളയും പുറത്ത് ടോയ്ലറ്റും ഉണ്ടായിരുന്നു. ഈ സാധനങ്ങളെല്ലാം ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്ന കാവ്യ വരുമെന്ന് അതിഥിയാവും. വിവേക് എല്ലാം ഇത്ര വൃത്തിയായി സൂക്ഷിച്ചത്. നിന്റെ മുറി കാണാൻ നല്ല ഭംഗിയുണ്ട് വിവേക് എന്ന് പറഞ്ഞ് കാവ്യ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. പുതിയ മണവാട്ടിക്കുള്ള സ്വീകരണമോ ആചാരങ്ങളോ ഒന്നുമില്ലാതെ, മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ നടത്തിയൊരു ഒപ്പിടൽ വിവാഹമായതുകൊണ്ട് ആഘോഷങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഓൾ ദി ബെസ്റ്റ് വിവേക്, രാത്രി നമ്മുടെ ബാറിൽ പാർട്ടിയുണ്ട്, 8 മണിക്ക് അവിടെ എത്തിയോണം കേട്ടോ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി. അവർ പോയ ഉടനെ വിവേക് വാതിലടിച്ച് കുറ്റിയിട്ടു. ശേഷം കാവ്യയെ അരികിലേക്ക് വലിച്ചെടുപ്പിച്ചു. അവൻ ഗാഢമായി ആലിംഗനം ചെയ്തു. അത്രയും അടുത്തു നിന്നുള്ള അവൻ്റെ സ്പർശനം അവളിലൊരു പരിഭ്രമം ഉണ്ടാക്കി. വിവേക് എക്സാമിന് പോയില്ലെങ്കിൽ അച്ഛൻ അറിയും, സമയം വൈകുന്നു, പ്ലീസ് എന്നെ വിടോ, അവൾ അവനോട് അപേക്ഷിച്ചു. ആ കോളേജ് എത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്ന് വിവേകിന് നന്നായി അറിയാമായിരുന്നു. അവനോട് കവിളിലൊരു ചുംബനം നൽകി. വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, ഞാൻ നിന്നെ കോളേജിൽ കൊണ്ടുവിടാം അവൻ പറഞ്ഞു. നീ ഒന്ന് വിട്ടാലല്ലേ എനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റൂ, അവൾ മെല്ലെ പറഞ്ഞു. ഞാനല്ലേ, പിന്നെ എന്തിനാ ഈ പേടിയും പരിഭ്രമവും? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല കവിയ, പരിഭ്രമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിൽ മൃദുവായി ചുംബിച്ചു. അവളുടെ ശരീരം ചെറുതായി ഒന്ന് വിറച്ചു. വിവേക് പ്ലീസ്, എനിക്ക് പേടിയാവുന്നു, അവൻ്റെ കൈകളിൽ നിന്നും വിടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ ചെറുതായെന്ന് ചിരിച്ചുകൊണ്ട് അവളിൽ നിന്നും അല്പം മാറി നിന്നു. ആശ്വാസത്തോടെ ഒന്ന് ശ്വാസമെടുത്ത് അവൾ വേഗം വാതിലിനടുത്തേക്ക് പോയി കുറ്റി നീക്കി. ഏയ്, രാത്രി മുഴുവൻ കണ്ടതല്ലേ, ഇപ്പോൾ കണ്ട എന്താ? അവനെ കുസൃതിയോടെ ചോദിച്ചു. ചീപ്പോടാ എന്ന് പറഞ്ഞവൾ അവനെ പുറത്തേക്ക് തള്ളി. അവൾ സിങ്കിൽ മുഖം കഴുകി ഭംഗിയായി ഒരുങ്ങി. അവൾ വാതിൽ തുറന്നപ്പോൾ വിവേക് ടിഫിൻ പാക്കറ്റുകളുമായി നിൽക്കുകയായിരുന്നു. അകത്തേക്ക് വന്ന് അവൻ പ്ലേറ്റിൽ ടിഫിൻ വിളമ്പി അവൾക്ക് നൽകുകയും അവളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ബേബി, ഒരൊറ്റ കിസ്, അവന് കെഞ്ചിലോട് ചോദിച്ചു. എനിക്ക് പേടിയാണ് വിവേക്, ഇപ്പോൾ ഇതൊന്നും വേണ്ട. ഒരു ചുംബനത്തിൽ തുടങ്ങുന്നത് എവിടെ പോയി അവസാനിക്കുമെന്ന് അറിയില്ല. ഇപ്പോഴേ കുട്ടികളുണ്ടായാൽ എന്ത് ചെയ്യും? കുറച്ച് ദിവസം നമുക്ക് ദൂരം പാലിക്കാം. ഇനി ആദ്യം ഒരു ജോലി സമ്പാദിക്കേ, അവൾ മൃദുവായി അവളോട് പറഞ്ഞു. ശരി, നമ്മുടെ കല്യാണ ദിവസം ഓർമ്മയാണല്ലോ, ഒരേ ഒരു ചുംബനം മാത്രം, പ്രോമിസ്, അതിൽ കൂടുതലൊന്നുമില്ല അവൻ പറഞ്ഞു. അവൻ അല്പം മുന്നോട്ടാഞ്ഞ് അവളുടെ കഴുത്തിന് പിന്നിലൂടെ കൈകൾ ചേർത്ത് അവളെ ചുംബിച്ചു. മൃദുവായി വിറക്കുന്ന അവളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വിവേക് ആ ചുംബനത്തിൻ്റെ ആഴം കൂട്ടി. അവർ തമ്മിലുള്ള ആദ്യത്തെ ചുംബനമായിരുന്നത്. സിനിമകളിൽ നിന്നുള്ള അറിവ് അവനെ അവിടെ തുണയായി. മിനിറ്റുകളോളം ആ നിമിഷത്തിൻ്റെ ആനന്ദത്തിൽ മുങ്ങിയിരിക്കുന്നവരെ വിവേകിൻ്റെ ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് ബോധമണ്ഡലത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അവൾ അവനിൽ നിന്നും അകന്നു മാറി. വിവേക്, വേഗം നടക്കൂ, എക്സാമിന് സമയമാവുന്നു. വിവേക് അവൾക്ക് കുടിക്കാൻ വെള്ളം നൽകി. അത് കുടിച്ചതോടെ അവൾക്ക് അല്പം സമാധാനം ലഭിച്ചു. ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങിയ കാവ്യയെ വിവേക് തടഞ്ഞു. എന്താ എന്ന് അവൾ ചോദിച്ചു. മംഗളസൂത്രം പുറത്ത് കാണിക്കാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യ പൊന്നെ, ഇനി മുതൽ ഇക്കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം വിവേക് പറഞ്ഞു. ഓ, ഇതിൻ്റെ കാര്യം മറന്നു എന്ന് പറഞ്ഞ് അവൾ ആ മഞ്ഞ ചിരട് ഉള്ളിലേക്ക് മാറ്റിവെച്ചു. അവൾ വിവേകിൻ്റെ കണ്ണുകളിലോട്ട് നോക്കി. ഇപ്പോൾ കാണുന്നില്ല, ഇനി പോയിക്കോ, നിനക്കായി ഞാൻ ഇന്ന് കുറച്ച് കോളർ നെക്ക് ടോപ്പുകൾ വാങ്ങി വരാം വിവേക് പറഞ്ഞു. അമ്മ ചോദിച്ചാൽ എവിടുന്ന് കിട്ടിയെന്ന് പറയണം, അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. കൂട്ടുകാരൻ സമ്മാനിച്ചതാണെന്ന് പറയൂ, അവൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ആദ്യം പോയി പരീക്ഷ എഴുതി പൊന്നെ എന്ന് പറഞ്ഞ് അവളെ അയച്ചിട്ട് വിവേക് ലാബിലേക്ക് പോയി. അവൾ പരീക്ഷ എഴുതി. പക്ഷേ അവളുടെ മനസ്സ് വീണ്ടും വിവേകിലേക്ക് തന്നെ തിരിയുകയായിരുന്നു. ഉച്ചഭക്ഷണം പോലും താല്പര്യമില്ലാതെ കഴിച്ച കാവ്യ ത്തോടെയാണ് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ഇരുന്നത്. എപ്പോഴും പ്രസന്നതയോടെ ഇരിക്കുന്ന ആ പെൺകുട്ടി ഇത്ര മന്ദഗതിയോടെ ഇരിക്കുന്നത് കണ്ട് ശാന്തി ടീച്ചർ ചോദിച്ചു. കാവ്യ, എന്തു പറ്റി, സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ല മാം എന്ന് പറഞ്ഞ് അവൾ വേഗം എഴുന്നേറ്റ് നിന്നു. ശരി, ഇരിക്കൂ, ശ്രദ്ധിക്കൂ എന്ന് ശാന്തി ടീച്ചർ പറഞ്ഞു.